ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു തട്ടിക്കൂട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. കപ്പയും ബീഫും വേവിച്ച് വെച്ചേക്കുന്ന കണ്ടപ്പം കപ്പ ബിരിയാണി തിന്നാനൊരു മോഹം. പിന്നെ നേരെ ഓടിപ്പോയി ഒരു 4 സവാള, 3 മുളക്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്ത് സവാള ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ചതച്ചും വെച്ച് പച്ചമുളക് നീളത്തിൽ വരും. പിന്നെ വലിയൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചു. അതൊന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും ഇട്ട് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടു കേട്ടോ. കരിയാപ്പില കുറച്ച് ഏറെ ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് വഴറ്റി. സവാള ഒരുപാട് വഴണ്ട് പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ പിന്നെ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച കപ്പയാണ്. പാതി മുക്കാലും ഞാൻ ഇതിനകത്ത് അങ്ങ് സ്കീ. അപ്പം ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് അമ്മ വന്നു കേട്ടോ. അമ്മ വന്നിട്ട് പറഞ്ഞു, നീ വീഡിയോ എടുത്തോ, ഞാൻ ബാക്കി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയാണ് കേട്ടോ പിന്നുള്ള കപ്പയും കറിയൊക്കെ ഒഴിച്ചു തരുന്നത്. അപ്പം അമ്മ ഇങ്ങനെ കപ്പയൊക്കെ ഇട്ട് തരിക, ഞാനൊരു സൈഡിൽ കൂടി വീഡിയോ എടുക്കുക, കുറച്ച് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കപ്പ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടെല്ലാം കൂടി ഇട്ട് ഇളക്കുവാണേ. ഇളക്കി അതെല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ബീഫ് കറിയാണ്. ബീഫ് കറിക്കകത്തുനിന്ന് നമ്മളെടുത്ത് കപ്പയ്ക്കകത്തോട്ട് ഒഴിക്കണം. അപ്പം ബീഫിനകത്തുനിന്ന് കുറേ കറി എടുത്ത് നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തോട്ടും ഒഴിച്ച് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ഒഴിച്ച് തരാം. അമ്മയ്ക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കപ്പ മൊത്തം ഇളക്കി ബീഫിൻ്റെ ചാറും ബീഫും കപ്പയുടെ കൂട്ടും എല്ലാം കൂടെ ഇളക്കിയപ്പോൾ കണ്ടോ നല്ലൊരു കപ്പ ബിരിയാണി പോലെ ആയിട്ടില്ലയോ. നന്നായിട്ട് ഇളക്കും കേട്ടോ. ഇളക്കി ഉടച്ചെടുത്ത് വെച്ചേക്കാണ്. ഉടച്ചെടുത്ത് വെച്ച് നമുക്ക് കുറച്ച് കൊത്തിയിട്ട സവാളയും കൂടെ ഇടണം. പച്ച സവാള കൊത്തിയിടണം കേട്ടോ. അപ്പോൾ അതിനാണ് ടേസ്റ്റ്. അങ്ങനെ സവാള കൊത്തിയരിഞ്ഞ് ചോപ്പറിനകത്ത് വെച്ച് കൊത്തിയരിഞ്ഞേക്കുക. അതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ഇച്ചിരി ഇട്ടപ്പം പിന്നെയും കൂടി ഇടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറേ ഇട്ടു. കുറേ സവാള ഇട്ട് കൊടുക്കുവാണേ. അതിട്ടിനി അതും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതെല്ലാം കൂടി ഇളക്കിയതാ ഈ പരുവത്തിൽ നമുക്ക് കപ്പ ബിരിയാണി ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.